ഒരു ക്രൈസ്തവൻ എന്ന ജീവിതത്തിന്റെ ഏറ്റവും നല്ല അർത്ഥം നൽകുന്ന ദിവസമാണല്ലോ ദുഃഖവെള്ളിയാഴ്ച. സഹനത്തിന് അർത്ഥമുണ്ട്, മാനസാന്തരത്തിന് ജീവിതത്തിൽ പ്രത്യാശക്കുള്ള വകയുണ്ട്. ഒരു ക്രൈസ്തവനായിട്ട് മരിക്കുക എന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി. ഇതൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു പുണ്യദിനമാണല്ലോ ഈ ദുഃഖവെള്ളിയാഴ്ച. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം കൂടുതൽ ഈശോയുടെ പീഡാനുഭവത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ ഇടയാകട്ടെ. 4 കോടതികൾക്ക് മുമ്പിൽ കുറ്റം കണ്ടെത്താതെ നിസ്സഹായനായിട്ട് കുരിശിൽ മരിച്ച ഈശോയുടെ പീഡാനുഭവം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. അന്നാസിന്റെയും കയ്യാബാസിന്റെയും ഹെറോദേസിന്റെയും പിലാത്തോസിന്റെയും വിചാരണയിൽ കുറ്റം കണ്ടെത്താതെ മനുഷ്യപാപങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന ഈശോയെ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ മരണം പ്രിയപ്പെട്ടവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. ഈശോയുടെ മരണം, ഈശോയുടെ സഹനം, ഈശോയുടെ പീഡകൾ സാവൂളിനെ പൗലോസാക്കിയെങ്കിൽ ഒരു പാപിക്ക് മാനസാന്തരപ്പെടാൻ നോക്കേണ്ടത് ഈശോയുടെ കുരിശുമരണത്തിലേക്കാണ്. ഈശോയുടെ കുരിശിലേക്ക് നോക്കിയാൽ മാനസാന്തരപ്പെട്ട് ഒരു പുതിയ ജീവിതം നയിക്കുവാനായിട്ട് കൃപ കിട്ടും. കുരിശിലേക്ക് നോക്കേണ്ട ദിവസമാണ് പ്രിയപ്പെട്ടവരെ. പ്രത്യാശയോടുകൂടി ഇന്ന് നിന്റെ സഹനങ്ങൾ, വളരെ വേദനാജനകമായ സഹനങ്ങളിൽ ദൈവം ഒരുക്കിയിട്ടുള്ള ദൈവിക പദ്ധതി, സ്വർഗീയമായ സന്തോഷമുണ്ട് എന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, പത്രോസിന്റെ ലേഖനത്തിൽ സഹോദരൻ, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് സംഭവിച്ചാൽ എന്നതുപോലെ നിങ്ങൾ പരിഭ്രാന്തരാകരുത്, മറിച്ച് ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കാളികളായതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും വളരെയധികം സഹന വഴികളിലൂടെയും കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈശോയുടെ കുരിശുമരണം നിനക്ക് വലിയൊരു പ്രത്യാശ നൽകും. ഈശോയെ പോലെ ജീവിതത്തിൽ പ്രത്യാശയോടുകൂടി സഹനങ്ങളെ സ്വീകരിക്കുമ്പോൾ ഈ ജീവിതത്തിന് അർത്ഥമുണ്ടാകുമെന്ന് ഈ കുരിശിലെ വഴികൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.